ഹലോ, ഹായ്, നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾ ഇതുവരെ ആരും അത്ര ഉണ്ടാക്കിയിട്ടില്ലാത്തൊരു റെസിപ്പിയാണ്. നെല്ലിക്ക കൊണ്ടൊരു നല്ലൊരു അടിപൊളി കറി. വീഡിയോ കാണൂ. വളരെ ഈസിയാണ്. നെല്ലിക്ക ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മൾ ഈ നെല്ലിക്ക കറിക്ക് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്: നെല്ലിക്ക, മല്ലിയില, കറിവേപ്പില, ഉണക്കമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സാമ്പാർ പരിപ്പ്, പുളി. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഉപയോഗിക്കുന്നത്. വയറിന് വളരെ നല്ല ഒരു കറിയാണ്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് നെല്ലിക്ക ഇഷ്ടപ്പെടാത്തവരും കഴിക്കാത്തവരും, ഇപ്പോൾ ഹെൽത്ത് നോക്കാത്തവരും ഈ കാലങ്ങളിൽ കുറവാണ്. അതുകൊണ്ട് ഈ റെസിപ്പി കാണണം, നിങ്ങളും തയ്യാറാക്കണം. വളരെ ഈസിയാണ്. നെല്ലിക്ക നമ്മുടെ നാട്ടിലെല്ലായിടവും കിട്ടുന്നതാണ്. നല്ലൊരു പോഷക ഗുണമുള്ള ഒരു ഐറ്റം തന്നെയാണ് നെല്ലിക്ക. നമ്മുടെ മുടിക്കും ദേഹത്തിനും വളരെ നല്ലതാണ് നെല്ലിക്ക. കാണൂ, നിങ്ങളും തയ്യാറാക്കൂ. തയ്യാറാക്കുന്നത് നല്ലെണ്ണയിലാണ്. പരിപ്പ് മുഴുവൻ, പരിപ്പിട്ട് നന്നായിട്ട് മൂപ്പിക്കാം. ഏകദേശം മൂപ്പാവുമ്പോൾ ഒഴുക്കി വെളുത്തുള്ളി ഇടുക. ഇഞ്ചി, ഇഞ്ചി വെളുത്തുള്ളി ഒന്നിട്ട് മൂപ്പിച്ചതിന് ശേഷം ഉണക്കമുളക്. ഉണക്കമുളക് അവനവൻ്റെ എരിവിനനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കാം. ഇതിപ്പോൾ അത്യാവശ്യം 4 നെല്ലിക്കയ്ക്കുള്ള എരിവിന് വേണ്ടിയിട്ട് ഉള്ള മുളകാണ് ഇട്ടിരിക്കുന്നത്. ബ്രൗൺ കളർ ആവുന്ന സമയത്ത് മല്ലിയില നന്നായി മൂത്തതിന് ശേഷം മാത്രമേ ഇടാൻ പാടൂ. മല്ലിയില, പിന്നെ കറിവേപ്പിൻ്റെ ഇല, നെല്ലിക്ക കൊണ്ട് ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങളുടെ ആദ്യമായിട്ടാവും ഉണ്ടാകും. ഞാനും ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നല്ല ടേസ്റ്റ് വന്നതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്ന വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് വന്നപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങളിലേക്ക് വിട്ട് നിങ്ങളും ഇതേമാതിരി തയ്യാറാക്കിയാൽ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ പച്ചക്കറികളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ 2 നെല്ലിക്ക ഉണ്ടെങ്കിൽ നല്ല അടിപൊളി നല്ലൊരു കറി, ചോറും കറിയും സുഖസുന്ദരമായിട്ട് കഴിക്കാൻ പറ്റും.
ഇനി അതിലേക്ക് പുളി, ഒരു നെല്ലിക്ക, നല്ലൊരു നെല്ലിക്ക വളർത്തത്തിലുള്ള പുളി. നല്ല വയറിന് ദഹനത്തിനും ഒക്കെ വളരെ നല്ല ചട്നിയാണ് ഈ നെല്ലിക്ക ചട്നി. ഇതിന് നിങ്ങളെ നാട്ടിൽ എന്ത് പേരാണ് പറയാമെന്നറിയില്ല. ഞാൻ എന്താ പേരെന്നുള്ളതിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പേരിടാം. പക്ഷേ നിങ്ങളുടെ നാട്ടിൽ എന്താ പേരിടണമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച നെല്ലിക്ക. ദഹനത്തിനും മുടിക്കൊക്കെ വളരെ നല്ലതാണ് നെല്ലിക്ക. നെല്ലിക്ക നമ്മുടെ നിത്യമാണ് നമ്മളൊരു നെല്ലിക്ക നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിലേക്ക് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അത് നെല്ലിക്കയായിട്ട് കഴിക്കാത്തവർക്ക് ഇതേ രീതിയിൽ കറികളുണ്ടാക്കി കുറേശ്ശെ കഴിക്കുന്നതും വളരെ നല്ലതായിരിക്കും. രണ്ട് മൂന്ന് മിനിറ്റ് നെല്ലിക്ക ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആവണവരെ ചെയ്തു. എന്നിട്ട് ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് അരയ്ക്കാം. നെല്ലിക്കയുടെ കളറിന് നന്നായിട്ട് ചേഞ്ച് ചെയ്തു എന്ന് കണ്ടില്ലേ? നന്നായിട്ട് ഫ്രൈ ആയി നെല്ലിക്ക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് രൂപേണ അരയ്ക്കാം. നന്നായി അരച്ചു. ഇനി നമുക്കിതൊരു വറവ് ഇതിലേക്ക് കൊട്ടി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കുറച്ച് ലൂസാക്കണം. നന്നായി അരച്ചു. ഇനി നമുക്ക് ഒരു വറവ് തയ്യാറാക്കാം. ആദ്യം കുറച്ച് നല്ലെണ്ണ, ഒരു സ്പൂൺ നല്ലെണ്ണ. ഇനി നമുക്ക് നല്ലോണം ലൂസ് വേണ്ട എങ്കിൽ ഒന്ന് ടൈറ്റാക്കി, ശരിക്കും ഇതിനെ ഒരു നമ്മൾ നാട്ടിലൊക്കെ ചെയ്യണം ഉണ്ടച്ചമ്മന്തിയുടെ രൂപത്തിലായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല ചോറിൻ്റെ കൂടെ കറിയായിട്ട് ഉപയോഗിക്കാനാണെന്ന് വെച്ചാൽ കുറച്ച് ലൂസാക്കി വെള്ളം ആഡ് ചെയ്ത് കുറച്ച് ലൂസാക്കാം. നമ്മൾ ഇത് സൈഡ് കറിയായിട്ടാണ് തയ്യാറാക്കുന്നത്. കുറച്ച് ടൈറ്റായി. എണ്ണ ചൂടായ കുറച്ച് കടുക് നന്നായി പൊട്ടി അതിലേക്ക് ലേശം ജീരകം. കുറച്ച് കരിവേപ്പിൻ്റെ ഇല നമ്മൾ തയ്യാറാക്കി വെച്ച് അരച്ച് പേസ്റ്റാക്കി വെച്ച് ഇടും. വറവിലേക്ക് കൊട്ടിയതിന് ശേഷം ഞാൻ പറഞ്ഞത് സൈഡ് കറിയായിട്ടാണ് തയ്യാറാക്കണം. അതുകൊണ്ട് ഞങ്ങൾ വെള്ളം ഒഴിക്കുന്നില്ല. സൈഡ് നമ്മൾ ഉണ്ട ചമ്മന്തി അരക്കണ അതേ രീതിയിൽ കുറച്ച് ഡ്രൈ ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല എന്ത് ഉപ്പ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ ചേർക്കാം. അതുപോലെ ഒഴിച്ച വെള്ളവും അതിലുള്ള വെള്ളം എല്ലാം നന്നായിട്ട് വറവിൽ കൊട്ടി അത് ഡ്രൈ ആക്കി ഇനി നമുക്ക് സെർവ് ചെയ്യാം. കൂടെ സെർവ് ചെയ്യാം.
ചോറ്, ചമ്മന്തി. അതിന് പേര് ഞാൻ ടൈറ്റിലിടാം. അതിന് ടേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം നെയ്യ്. ഇങ്ങനെ ഒരു ചമ്മന്തി, ഒരു ലേശം നെയ്യ്, ചോറുണ്ടെങ്കിൽ നമുക്കിനി വേറൊരു ഐറ്റം വേറെ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഒരു ലേശം ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. കഴിച്ച് നോക്കൂ. ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കാം.